Salman, Wasil, Mubaris, and the great anchor leading the discussion. Program coordinator BKRX, Mansoor Bukhari. Heartily welcome to the discussion. Please. Bismillahirrahmanirrahim. ഫെച്ചിങ് ദി ഗ്രൗണ്ട് എന്ന ടൈറ്റിലാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. BKRX-ൽ 2 വർഷം പഠനം പൂർത്തിയാക്കി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കരിയർ ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എൻ്റെ കൂടെ ഉള്ളത്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. ഇപ്പം തന്നെ അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ നമ്മുടെ ക്യാൻറ്റീൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ വിളിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ +2 കഴിഞ്ഞിട്ടതിന് ശേഷം എൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞ് ഞാനിനി മേലാൽ ഹോസ്റ്റലിലേക്ക് പോകില്ല. സെക്കൻഡ് പറഞ്ഞ് സതെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇസ്ലാമിക് സാധനങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട്, നിസ്കരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊരു കുട്ടിയോട് ഒരിക്കൽ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്കോ ബാക്കി വേറെ ഒരു മേഖലയിലേക്കും ഞാൻ ലൈഫ് പോവാൻ എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനാ ഇന്ന പാരൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് BKRX-ൽ? എനിക്ക് ഫാത്തി ഓതാൻ അറിയാം, സോ ഞാൻ നിസ്കരിക്കാറുണ്ട്. പിന്നെ വേറെ വല്ല ഡ്രഗ്സ് വേറെ വല്ല എൻ്റെ കൂട്ടുകാർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നൈറ്റിൽ പുറത്തിറങ്ങി പോകാറുണ്ട്, അതൊക്കെ ശരിയാണ്, ഉമ്മാക്ക് പരാതി എന്തൊക്കെയുണ്ട്, പക്ഷേ പാരൻസിന് ഞാൻ പറഞ്ഞത് കൺവിൻസ്ഡ് ആകുന്നില്ല എന്നൊക്കെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ. ഇപ്പം ഇന്ന് രാവിലെ CP സാർ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ പാരൻസും നിങ്ങളും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നുകിൽ 10th കഴിഞ്ഞതിന് ശേഷം ദെൻ ആഫ്റ്റർ വാട്ട്, ഇനി എന്ത് ചൂസ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ +2 കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ഞാൻ സെലക്ട് ചെയ്യും, ഏത് കോഴ്സ് പോകും, എവിടേക്ക് പോകും എന്നുള്ളത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന +2-ലുള്ള പല വിദ്യാർത്ഥികളുടെയും മനസ്സിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ന ക്യാമ്പസ് അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള ഏതെങ്കിലും കോഴ്സ്, അത് CA CMA വേറെ എന്ന് പറഞ്ഞാൽ കോഴ്സ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്നത് കോഴ്സ് ആണോ അല്ല ക്യാമ്പസ് ലൈഫാണോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. നമ്മൾ ചൂസ് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും നോക്കാറ് ഇപ്പോൾ നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളെ പുറത്തുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ DJ പാർട്ടിയുള്ള ക്യാമ്പസിലേക്ക് ഓൻ ചൂസ് ചെയ്യുള്ളൂ, അല്ലേ ആനുവൽ ട്രിപ്പ് എങ്ങോട്ടാ നോക്കിയിട്ട് അവർ ചൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന ക്യാമ്പസ് ഏതാ അവിടേക്കേ അവർ ചൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ക്യാമ്പസിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി അവരങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ പോലും ഏറ്റവും കൂടുതൽ ഓണപ്പരിപാടി അടിപൊളിയാക്കുന്ന, DJ പരിപാടി അടിപൊളിയാക്കുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിസ്മസ് പരിപാടി, എല്ലാത്തിനും സെലിബ്രേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏത് ക്യാമ്പസിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. ഇപ്പോൾ എൻ്റെ കൂടെ 4 പേര് ഇരിക്കുന്നുണ്ട്. BKRX 2 വർഷം പഠിച്ചു, ഇപ്പോൾ വ്യത്യസ്ത ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇതിൻ്റെ ഫോക്കസിങ് ഇങ്ങനെയാണ്, നമ്മളുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാമ്പസിനെ കുറിച്ച് നമ്മളുടെ മനസ്സിലുള്ള ചിത്രം എന്താ, വാട്ട് അബൌട്ട് ദി ഗ്രൗണ്ട്, എന്താണ് ആക്ച്വൽ ഗ്രൗണ്ട്, ഈ 2 സാധനം നമ്മൾ ഈ ഡിസ്കഷനിലൂടെ എങ്ങനെ കവർ ചെയ്തു പോകും. അപ്പോൾ ആദ്യം ഇൻഷാ അല്ലാഹ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ BKRX പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഇപ്പോൾ വാട്ട് ദി കറന്റ് സ്റ്റാറ്റസ് റൈറ്റ് നൗ, ഇപ്പോൾ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് എന്താണ് എന്നുള്ളതും ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ആദ്യം വാസിൽ തുടങ്ങാം അല്ലേ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് വാസിൽ, പരപ്പനങ്ങാടി നിന്നാണ് വരുന്നത്.
ഞാൻ BCARX 2 വർഷം പഠിക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ക്ലാസ്സുകളൊക്കെ കിട്ടി. അങ്ങനെ ആദ്യ സമയത്തൊക്കെ ഇവിടുന്ന് പോയാൽ കോളേജിൽ പോവുക, എങ്ങനെയെങ്കിലും കുറച്ച് 2 വർഷം അടിച്ച് പൊളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി തന്നെയായിരുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാവും, കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പഠിക്കുകയാണ്. പക്ഷേ പിന്നെ ഞാനൊരു 2ാമത്തെ വർഷം +2 കഴിയാൻ നേരത്തായപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഡിഗ്രി അതിൻ്റെ കുറേ ഡീമെറിറ്റ് നോക്കിയപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിഗ്രി ഉണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ മേഖലയിലേക്ക് തിരിയാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് എവർൺ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ PSC SSC അതിൻ്റെയൊക്കെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ദിൽഷാദ്. ഞാൻ മേലപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2 വർഷം BCARX പഠിച്ചപ്പോൾ എനിക്ക് എല്ലാ ഐഡിയ ഒന്നും ഇല്ല. +1 നിന്ന് +2 ഒക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ അക്കൗണ്ടിങ് മേഖലയ്ക്ക് പോകാനും ഇതിനൊക്കെ താല്പര്യം ഉണ്ടായിനി. അതുപോലെ ഞാൻ ഇപ്പം പഠിക്കുന്നത് EMA കോളേജിൽ സെക്കൻഡ് ഇയർ ആണ്, BOC പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുഹമ്മദ് മുബാരിസ്. ഞാൻ പള്ളിക്കസാറിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് BCARX പഠിച്ചിറങ്ങി. BCARXിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഉപ്പ ഒരു ബിസിനസ്മാൻ ആയതിനാൽ തന്നെ ആയിരുന്നു ഒരു ബിസിനസ് മേഖലയിലേക്ക് പോകണോ, ഒരു ബിസിനസ്മാൻ ആവണം, ആ ഒരു ടച്ചായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. BCARXിൽ വന്നതിന് ശേഷം ഒരുപാട് കരിയർ ക്ലാസ് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ആ ഒരു ഡ്രീം ഒന്നും കൂടി ഉള്ളിൽ കുത്തിക്കൊണ്ടിരുന്നു. ഒരു ബിസിനസ്സിലേക്ക് തന്നെ പോകണം, BBA എടുക്കണം എന്ന ലെവലായിരുന്നു. അത് BCARX കഴിഞ്ഞ ശേഷം ഏത് കോളേജിലേക്ക് പോകും, ഏത് മേഖലയിലേക്ക് തീരും എന്നുള്ള ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് BBAൻ്റെ കൂടെ LLBയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, കോളേജുകൾ ഇന്ന് നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെയാണ് 2 രീതിയിൽ നമുക്ക് BBAയും LLBയും കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് BBA LLB സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ പഠിക്കുന്നത് ഭവൻസ് പൾസർ ലോ കോളേജാണ്, രാമനാട്ടുകര. ഫസ്റ്റ് ഇയർ ആണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൽമാൻ. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് വർഷം ഇറങ്ങിയത് BCARX എന്ന്. ഇപ്പോൾ BOC ലോജിസ്റ്റിക്സ് ആൻഡ് EMA കോളേജിൽ ഫസ്റ്റ് ഇയറായി പഠിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയപ്പോഴൊക്കെ താല്പര്യം ഡിഗ്രി എടുക്കണം, 4 കൊല്ലത്തെ ഡിഗ്രി പൂർത്തിയാക്കണം എന്നുള്ളതിലാണ്. പക്ഷെ ഇപ്പോൾ ഡിഗ്രി എടുത്തപ്പോൾ ഉള്ളതിൽ പകുതിക്ക് വെച്ച് നിർത്തും, ഇങ്ങനെ എല്ലാം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിക്കാവും. കാരണം ഇവിടെ ആകുമ്പോൾ പഠിപ്പിച്ചു തരാനും എല്ലാത്തിനും ആൾക്കാരൊക്കെ ഉണ്ടാവും, ബാക്കിൽ ഇങ്ങനെ ഓടി പായാനും എല്ലാ കാര്യങ്ങൾക്കും. ഇതാകുമ്പോൾ കോളേജാകുമ്പോൾ ആരും പറയാനും ഉണ്ടാവില്ല, ചോദിച്ചാനും ഉണ്ടാവില്ല. ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കണേ പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക. കൂടുതലായിക്കാൻ നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാ. ഇപ്പോൾ വ്യത്യസ്ത മേഖലയിലാണ്. ഒന്ന് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, BOC ഉണ്ട്, ദെൻ LLB വിത്ത് BCom ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ആദ്യം ഈ കോമ്പറ്റേറ്റീവ് എക്സാം വാസിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അതിൻ്റെ ഏരിയകൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അടിപൊളി. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ +1 ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിൽ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കുക, കുറച്ചൊന്ന് എൻജോയ്മെൻറ്റ്, അങ്ങനത്തെ ഒരു ചിന്തയേന്. പിന്നെ +2 എത്തിയപ്പോൾ നമുക്കുള്ള നമ്മളെ ക്ലാസ്സുകളൊക്കെ കിട്ടി. അങ്ങനെ UPSCനോട് ഭയങ്കര താല്പര്യമായി. അങ്ങനെ സത്യം പറയല്ലോ, അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോണത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ കൂടി. പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്ത് അത് അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ച് അക്കാഡമി സെലക്ട് ചെയ്ത് അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്.
നമ്മൾ ഈ UPSC കിട്ടിയ ആൾക്കാരെ കാണുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ 3-4 വർഷം നടന്ന്, 3-4 വർഷമല്ല 5-6 വർഷം നടന്ന് മൊത്തം കൊളായി ഒന്ന് എത്താത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കുറച്ച് കഥകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ, കാരണം ഒരു ഉറപ്പില്ലാത്ത ഒരു ചെറിയ ലക്ക് ഫാക്ടറും കൂടി UPSCയിലുണ്ട്. പഠിക്കുക എന്നുള്ളതല്ല, ഒരു വലിയ ഏരിയ അല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ പിന്നെ മെഡിക്കൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് കലങ്ങി. അങ്ങനെ പിന്നെ എന്തായാലും ഇരുന്ന് പഠിക്കുക. പിന്നെ ഗവൺമെൻറ് ജോലിൻ്റെ വേറെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന നല്ല വശങ്ങൾ മാത്രമൊന്നുമില്ല, ഈ സ്ട്രെസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നോക്കിയത് കുറേ ലീവ് കിട്ടുന്ന ജോലി ഏതാണെന്നാണ്. അങ്ങനെ അതിൽ ലിസ്റ്റിലുള്ളതാണ് നമ്മുടെ ഫയർമാന്, പ്രിസൺ ഓഫീസർ. ഇതൊക്കെ മാസത്തിൽ 15 ദിവസം ജോലി, 15 ദിവസം ലീവ്. കാരണം നമുക്കിപ്പോൾ സുഖം അങ്ങനെയല്ല, ഏറ്റവും എളുപ്പമുള്ള നോക്കുക അങ്ങനെയാണല്ലോ. അങ്ങനെ ഇപ്പം നിലവിൽ ഇൻഷാ അല്ലാഹ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഗവൺമെൻറ് ജോബായാൽ ഗവൺമെൻറ് ജോബുകാർക്ക് പ്രത്യേക നല്ലൊരു മാർക്കറ്റൊക്കെ സൊസൈറ്റീൻ്റെ ഇടയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ക്രക്സ് എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ ലൈഫ് സാലറിയോ കാര്യങ്ങളോ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ലൈഫ് സേഫാണ് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അല്ലേ? അത് ശരിക്ക് അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വലിയൊരു സംഭവം ഒന്നുമല്ല. കാരണം ലൈഫ് സേഫ് ഇല്ല എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് നമ്മൾ മരിച്ചാലും നമ്മൾ ഭാര്യയും മക്കളും സേഫാണെന്നാണ്. പക്ഷേ അത് അല്ല, എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല സംഭവം, വലിയ സംഭവമല്ല. ഇൻഷാ അല്ലാഹ് ഈ നിങ്ങൾക്ക് ചെറിയൊരു ക്ലാരിറ്റിക്ക് വേണ്ടി BVOCനെ കുറിച്ച് എന്താ കോഴ്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു സാധനം പറയാമെന്ന്. അപ്പോൾ ഞാൻ BVOC എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് 3 കൊല്ലം ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ ഉടനെ നമുക്ക് ജോബിന് കയറാമെന്നുള്ള നിലക്ക് എടുത്താണ്. പക്ഷെ ഇപ്പോൾ എടുത്തതിൻ്റെ ശേഷമാണ് മനസ്സിലായത് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞ്, സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞ്, ഇതുവരെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ അത്രക്കും ലാഗായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് BBA LLB എന്നാണ്, BBAയുടെ കൂടെ LLB, അത് എന്തുകൊണ്ടാണ്, ആ മേഖല എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പരിശോധിച്ചതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BBA എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിന്ന് പിന്നെ BBA LLBയിലേക്ക് മാറിയത്, ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുടുംബത്തുള്ളവരായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ ഉമ്മ അല്ലാതെ ബാക്കി എല്ലാവരും അത് നിഷേധിച്ചിട്ടാണ്. അത് കൂടുതൽ കള്ളം പറയേണ്ടി വരും, അഡ്വക്കേറ്റായി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ളം മാത്രം പറയേണ്ടി വരും എന്നൊരു സ്ട്രീമിലേക്ക് മാത്രമാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അഡ്വക്കേറ്റ് ആവുക എന്നല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതിപ്പോൾ ലീഗൽ അഡ്വൈസർ ആയാലും അഡ്വക്കേറ്റ്, ജഡ്ജി, അതുപോലെ ഡിഫൻസ് കൗൺസിൽ, മാത്രമല്ല LLB എടുക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് നമ്മളൊരു സർവീസാണ്, ഒരു സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഈ വെറും കള്ളം കളവ് മാത്രം അതിന് ജയിച്ചുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഞാൻ അവരോടുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് LLBയിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ല, ക്ലാസ്സൊക്കെ ഇങ്ങനെ പോയോണ്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മാണ്, തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പേര് LLBയിലേക്ക് വരണം എന്ന് ഒരാഗ്രഹമുണ്ട്. കാരണം ക്ലാസ്സിൽ ഏകദേശം 100 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 70% കുട്ടികളും മുസ്ലിമേതര കുട്ടികളാണ്. 30-35% കുട്ടികൾ മാത്രമാണ് നമ്മുടെ വിഭാഗത്തിൽ പെട്ടോലി. അതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ അഡ്വക്കേറ്റായി കഴിഞ്ഞിട്ടാണെങ്കിൽ കള്ളം പറയേണ്ടി വരും എന്നുള്ള ഒരു റീസൺ കൊണ്ട് പാരൻസ് വിടുന്നില്ല. അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിൽ വന്ന് നിൽക്കുന്നത് അഡ്വക്കേറ്റായ കള്ളം പറയേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ അഡ്വക്കേറ്റ് LLB എന്നുള്ള ഈ സംഭവത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത BVOC ലോജിസ്റ്റിക്കാണ്. പുതിയ കുട്ടികൾ അതിലേക്ക് പലപ്പോഴും പല കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ഷിപ്പിംഗ് ഇതുമായി ബന്ധപ്പെട്ട് നല്ല താല്പര്യമാണ്. ആ കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയും. BVOC ലോജിസ്റ്റിക്സ് പറഞ്ഞാൽ ഇപ്രാവശ്യം മുതലാണ് ഒരു 4 ഇയർ ഡിഗ്രി ആയിക്കാണ്ട് EMA കോളേജിൽ വരുന്നത്. 2.5 കൊല്ലമേ ഉള്ളൂ
പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് 2.5 കൊല്ലം, ബാക്കി 1.5 കൊല്ലം ഇൻറ്റേൺഷിപ്പും ആയിക്കാണ്ട് പോകും. ഡിഗ്രിയിൽ ജയിച്ച് പാസ്സാവണമെങ്കിൽ കറക്റ്റ് രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ജോലിയും ഇതൊക്കെ കിട്ടും എന്നുണ്ട് ആണ് ടീച്ചർമാരൊക്കെ പറയണേ. പിന്നെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചിലവിനും ഒന്നല്ല, നല്ല ചിലവും പിന്നെ അതിനായിട്ട് കുറേ ബാക്കിലും മണ്ടലും എല്ലാം ഉണ്ടാവും. ഡിഗ്രി എടുത്തിച്ചിട്ട് ജോലി കിട്ടി ഇൻറ്റേൺഷിപ്പ് ഉണ്ടായാൽ ജോലി ഉറപ്പായി പറഞ്ഞാണ്ട് ഇരിക്കാനൊന്നും പറ്റൂല. നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ വിഷയം വന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ +2 ഇവിടെ നമ്മളെ BKRX പഠിച്ച നന്നായി ഫുൾ മാർക്ക് വാങ്ങിയിരുന്നൊരു കുട്ടിയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എൻ്റെ ഡ്രീം എന്താണോ ചോദിച്ചു, +2 കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഏതെങ്കിലും ഷോർട്ട് പീരീഡ് ഉള്ള ഒരു കോഴ്സ് എടുക്കുക, ആ കോഴ്സ് എടുത്തിട്ട് എന്നിട്ട് നല്ല മില്യണർ ആകണം എന്നൊക്കെയാണ് ഇതിൻ്റെ എൻഡ് പറയുന്നത്. ഷോർട്ട് ടൈം ഉള്ള ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ നേരെ ജോബിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ആണെന്നുള്ള മനസ്സിലാകുന്നത്. നമ്മളിവിടെ കേരളത്തിൽ അറിയപ്പെട്ട സിനിമാ താരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാൻഡ് അംബാസഡർമാരൊക്കെ ആയിരിക്കും ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. പക്ഷെ ഇതിൽ അകത്തൊരു റിയാലിറ്റി എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ആകാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ACCA, CMA ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള USA ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ നാഷണൽ ഹൈവേൻ്റെ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരു സൈഡിലേക്കും നോക്കിയാൽ, ഞാൻ പേരുകൾ പറയുന്നില്ല, ഒരുപാട് ഇതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പല വിദ്യാർത്ഥികളും പറയാറുണ്ട് ഡിഗ്രി വേണ്ട, ഷോർട്ട് പീരീഡ് ഉള്ള കോഴ്സ് എടുക്കുക, വേഗം ജോലിയിൽ കയറാം. ഇപ്പം ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് ഇവിടെ സൽമാൻ പറഞ്ഞു. ഇൻറ്റേൺഷിപ്പിൻ്റെ റിയാലിറ്റി അമ്മ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എന്താണ്, നല്ല വർക്ക് എടുക്കേണ്ടി വരും, എന്നാൽ ബസ്സും ക്യാഷ് പോലും അവിടുന്ന് കിട്ടലുണ്ടാവില്ല. HR-ൻ്റെ അടുത്തുനിന്നും മാനേജറുടെ അടുത്തുനിന്നും നല്ല പ്രഷർ ലഭിക്കും, നല്ല ജോബ്, നന്നായി വർക്ക് അറ്റ് എ ടൈം നിങ്ങൾക്ക് തരും ചെയ്യും. ഇൻറ്റേൺഷിപ്പ് എന്നുള്ള പേരിൽ വർക്കൊക്കെ കിട്ടും. ഏതെങ്കിലും കമ്പനികൾ ഇഷ്ടംമാതിരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും, അവിടെ നല്ല പണി കിട്ടും ചെയ്യും, എന്നാലേ നിങ്ങൾക്ക് ബസ്സും ക്യാഷ് പോലും ലഭിക്കൂല. അതാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും ACCA അല്ലെങ്കിൽ CMA ഒക്കെ എടുത്തിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ത്യയിൽ ഇതിൻ്റെ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, വിദേശത്ത് നമുക്ക് ജോലി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിദേശത്തെ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി ഒക്കെ ലഭിക്കുന്ന ജോലി കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഡിഗ്രി ഇല്ലാതെ കോഴ്സ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത അടിപൊളിയായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സംഭവം സത്യം പറഞ്ഞാൽ അതൊരു ട്രെൻഡാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൊത്തം 1,00,000 സംതിങ് സീറ്റിൽ വെറും 70,000 ആൾക്കാരാണ് ഡിഗ്രിക്ക് വേണ്ടി അപേക്ഷിച്ചത്. അങ്ങനെ ഒരു അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഈ കാലിക്കറ്റ് മാത്രമല്ല പല കോളേജുകളിലും ചെന്നെത്തിയത് ആളുകളൊക്കെ എന്താണ് പല കോഴ്സുകൾ എടുത്ത് പോവാണ്. കാരണം അവരൊക്കെ മനസ്സിലാക്കിയത് എന്താണ്, ഡിഗ്രി എടുത്തതുകൊണ്ട് എന്ത് കിട്ടണില്ല, ജോലി കിട്ടണില്ല. സർവേസോ തന്നെ പറയുന്നത്. കാരണം ഡിഗ്രി എടുത്തിട്ട് അതിൽ ഡിഗ്രി എടുത്തത് മൂലം ജോലി ഇന്ത്യയിൽ മൊത്തം ഒരു 5% ആൾക്കാർക്കൊക്കെ ജോലി കിട്ടണുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ എടുത്ത ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി കിട്ടുന്നത് വെറും 8% ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഈ 5% ജോലി കിട്ടുമെന്ന് അറിയില്ല. ബാക്കി 95% ആൾക്കാരും വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് പിന്നെ അതിൽ ജോലിക്ക് പോവാണ്. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഡിഗ്രി എടുക്കുന്നു, പിന്നെ ഒരു ബന്ധമില്ലാത്ത മേഖലയിൽ പഠിക്കണം. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ ഈ നമ്മൾ കോഴ്സ് എടുക്കുന്ന വിഷയം പറയുമ്പോഴും എന്തായാലും ഇപ്പം ഈ ഡിഗ്രീൻ്റെ ഈ പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ, കോഴ്സിൻ്റെ പ്രാധാന്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്മാൻമാരൊക്കെ എന്ത് ചെയ്യും, ഈ കോഴ്സ് എന്നുള്ള സംഭവത്തൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് അക്കാഡമീസും അങ്ങനെ ഒക്കെ ഉയർന്നു വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊക്കെ അനുഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പരസ്യം കാണുന്നതാവില്ല എന്ത് ചെയ്യുക, ഉള്ളിലുണ്ടാവുക. പിന്നെ അതേപോലെ എന്തായാലും ഒക്കെ ഒരു ബിസിനസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള സംഭവം ഉള്ളിലുണ്ടായിരിക്കാം. അതൊരു സത്യമാണ്.
നമ്മുടെ കൂട്ടത്ത് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ തന്നെ ACC എടുത്തൊരു കുട്ടിയോട് ഞാൻ ചോദിച്ച് എൻ്റെ ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അവൻ പറഞ്ഞു 10-60 സ്റ്റുഡൻസ് ഉണ്ട്, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എഴുതി കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അവനോട് ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് കൂടുതലായി ചോദിച്ചപ്പോൾ അവനും പറഞ്ഞത്, നിങ്ങൾ ഏത് ക്യാമ്പസ് തിരഞ്ഞെടുത്താലും ഏത് കോഴ്സ് എടുത്താലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും CMA ACC ഇങ്ങനെ തുടങ്ങി ഏത് നിങ്ങൾ കോഴ്സ് എടുത്താലും നിങ്ങൾ എത്രത്തോളം അതിൽ സെൽഫ് ബോധേഡ് ആവുന്നോ അതിനനുസരിച്ച് നിങ്ങളെ കരിയർ അവിടെ ഉണ്ടാകും. ഇല്ലേ നമ്മളെന്തായാലും സമയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളെ മനസ്സിലാക്കണം. അല്ലാതെ അത് നല്ലതാണ് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പോയി എടുത്താൽ നമ്മൾ പെടും ഉറപ്പാണ്. അതിൽ പലപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളൊരു കോഴ്സ് എടുത്തത് ആ കോഴ്സിൽ തന്നെ ജോബ് ലഭിക്കുന്ന കേരളത്തിൽ എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുതിയൊരു കണക്കനുസരിച്ച് 35,000 ആളുകൾ പെർ ഇയറിൽ കേരളം വിട്ട് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ പോയിട്ട് അവിടെ സെറ്റിൽഡ് ആകുക എന്നുള്ളതൊരു നെഗറ്റീവ് അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ കേരളത്തിൽ സംവിധാനം ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കും അല്ലേ. കേരളത്തിൽ എത്രത്തോളം ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പാഷൻ അനുസരിച്ച് കോഴ്സ് എടുത്തിട്ട് ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇവിടെ എത്ര ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ഈ ഡിഗ്രിയോട് കൂടെ, ഇപ്പോൾ ഡിഗ്രി ഇല്ലാതെ കോഴ്സ് എടുക്കുന്നതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സോട് വിശദീകരിച്ചു. ഡിഗ്രിയോട് കൂടെ പല കുട്ടികളും പല ജോബ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൽ വലിയൊരു ഒരു പിഴവ് നമ്മളെ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കാറ്ററിങ് ഇതേപോലെ ചെറിയ ചെറിയ ഏരിയയിലേക്ക് അല്ലെങ്കിൽ നൈറ്റ് ടൈം ഡ്യൂട്ടി ഉള്ളിടത്തേക്കൊക്കെ പോയിട്ട് നമ്മുടെ ചില സമയങ്ങളോ അല്ലെങ്കിൽ ഇതിൽ ഈ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നഷ്ടമായിരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തെല്ലാം ഈ ഡിഗ്രിയോട് കൂടെ നമ്മൾ ചെയ്യുന്ന കോഴ്സിനോട് കൂടെ നമുക്ക് സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വല്ല ജോബോ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ സാധ്യത എന്ത് എന്നുള്ളത് നിലവിൽ ഡിഗ്രിയും അതിൻ്റെ കൂടെ ചില ചെറിയ വലിയൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മുബാരിസ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾ ഉണ്ടോ ഇല്ലേ, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നതിനെ കുറിച്ചൊക്കെ. അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം അടുക്കുന്നുള്ളൂ. അതിൻ്റെ മുന്നേ ഉപ്പക്കൊരു ഫാമുണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് സെയിലിംഗ് നടത്തുന്നത് ഞാനാണ്. അപ്പോൾ അന്നത് സുഖകരമായിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ ക്ലാസ് തുടങ്ങി 2 ദിവസം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. 3-ാമത്തെ ദിവസം മുതൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ അത് എടുത്തു കൊണ്ടുവരലും അത് സെയിൽ ചെയ്യലും ഞാൻ തന്നെയാണ്. രാവിലെ ക്ലാസ് നമുക്ക് ഒരു 9 മണിക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു 3:30-3:45 ആ സമയമാണ്. ഇതിൻ്റെ ഇടയിൽ രാവിലെ നമുക്ക് ഫ്രഷ് ആവാനുള്ള സമയവും നമുക്ക് എന്തെങ്കിലും കോളേജിലെ കാര്യങ്ങളോ മറ്റേതോ നോക്കാനുള്ളൊരു സമയമാണ്. പിന്നെ രാത്രി അതുപോലെ കുറച്ച് നേരം റീഫ്രഷ് ആവാനും റെസ്റ്റ് ചെയ്യാനുള്ള സമയം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ നമുക്ക് കോളേജിൻ്റെ കോഴ്സ് വരുന്നത് 5 വർഷമാണ്. ഈ 5 വർഷം ഞാൻ വെറും പഠിത്തം മാത്രമായിട്ട് മുന്നോട്ട് പോയി കാണുന്നുണ്ടെങ്കിൽ 5-ാമത്തെ വർഷം ഇറങ്ങുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു മാതിരിയായിരിക്കും. ഒരു ഡിഗ്രീൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടായിരിക്കും എനിക്ക് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതിന് മനസ്സിലാക്കിയത് ഡിഗ്രി എടുക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സംരംഭമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റുള്ളൊരു സംഭവമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബിസിനസ് റൺ ചെയ്യാന്ന് പറഞ്ഞാലേ ഇപ്പോൾ മുബാരിസ് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു. അത്രമേൽ ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ അത്രമേൽ ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചില സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മുമ്പ് ഒരുപാട് സെഷനുകളോടെ കഴിഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളെ ചിന്തയെ സമയത്തെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. സോ ഇതിലേക്കൊന്നും നമ്മൾ തിരിയാതെ പോയാൽ ഇതിൻ്റെ ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകും. ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ ബിസിനസ് രംഗത്തേക്ക് ഇപ്പോൾ ഒരാൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് എന്താ, ഒരാളിങ്ങനെ ആലോചിക്കുകയാണ് ഇത് ലോസ് ആവോ, അതിൻ്റെ ഇങ്ങനെ ആശങ്കകൾ ഇങ്ങനെ കൂടുതൽ ആലോചിച്ച് അയാൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയൂല.
അപ്പോൾ ഇതിനൊരു സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. അത് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായാൽ അതിൻ്റെ ഒരു മെറിറ്റ്സും കാര്യങ്ങളാണ് ഇവിടെ മുബാരിസ് വിശദീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അത് അത്രമേൽ ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നില്ലേ. നമ്മളിപ്പോൾ BBA എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ BBA കഴിഞ്ഞിട്ട് നമ്മൾ MBAയിലേക്ക് പോകുന്നത്, ഈ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് വെറും സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാനോ ഒരു സാലറി എംപ്ലോയി ആയി നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ 2-3 ആൾ കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ ചെയ്ത് അതിൽ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പോൾ ഒരുപാടുണ്ട്. നമ്മളെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് വേറെ കമ്പനികളായിട്ട് ടച്ചപ്പ് ചെയ്തിട്ട് നമ്മൾ അവരെ സാധനം തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് പറയണമെന്നില്ല, എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ഓൺലൈൻ ഷോപ്പിംഗ്. അതിപ്പോൾ ഒരുപാട് കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന 2 ആൾ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ജോബും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ സുഖകരമായിരിക്കും മുന്നോട്ട് പോകാൻ. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ടിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഒരു 4 ആൾ ഒരു ബിസിനസ് ഇൻട്രസ്റ്റഡ് ആയി മുന്നോട്ട് വരുന്നു, അവരൊരു ആലോചനയായിട്ട് മുന്നോട്ട് വരുന്നു. ഒരു പക്ഷേ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബ്രാൻഡാകാൻ പോകുന്നതിൻ്റെ പിന്നിലെ റീസൺ ഒരു പക്ഷേ ഈ 4 ആളുകൾ തമ്മിലുള്ള കൂടിയാലോചന ആയിരിക്കും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതേ പാഷനുള്ള ഒരാളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നമുക്കും ഒരു സ്വപ്നം കാണാം. നമ്മുടെ ബ്രാൻഡ് ലോകത്തിൻ്റെ കുട്ടിക്ക് വന്നപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 200-ലധികം രാജ്യത്ത് അജിഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഉണ്ട് എന്നുള്ളത്. എന്നതുപോലെ നമുക്കും സ്വപ്നം കാണാവുന്നതൊക്കെ ഉള്ളൂ. നമ്മുടെ അതേ പാഷനുള്ള, നമ്മൾ അതേ വേവുള്ള ടീംസിനെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പോൾ BKRXിലെ അക്കാഡമിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്വേർഡായ കുട്ടികളെ പിന്നിൽ നോക്കാൻ ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ നോട്ട്സ് നോക്കുന്നുണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾ ഡിസംബർ ആകുമ്പോഴത്തേന് ചാപ്റ്റർ തീരുന്നു, പിന്നെ പ്രീ മോഡൽ എക്സാം, ഇങ്ങനെ കരിയറിൽ ബാക്കിൽ ഇങ്ങനെ കൂടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ക്ലാസ്സിൽ ഒരുത്തൻ്റെ മൈൻഡിൻ്റെ ഫോക്കസിങ് നഷ്ടപ്പെടുമ്പോൾ അധ്യാപകൻ അവനെ വിളിച്ചുണർത്തുന്നുണ്ട്, ഫോക്കസ് ചെയ്യാൻ കേന്ദ്രീകരിക്കാൻ പറയുന്നുണ്ട്, PPT പറയുന്നുണ്ട്, മനസ്സിലാകാത്തത് 1000 വട്ടം പറഞ്ഞു വരാൻ ഇവിടെ ആളുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മോഡ് ഓഫ് സ്റ്റഡി ആണ് ആക്ച്വലി BKRXിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ റൂട്ടഡ് ആയ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡായ കുട്ടീൻ്റെ ചേർത്ത് പിടിച്ച് ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ, അതാണ് നമ്മുടെ റിസൾട്ടിൽ വരെ കാണുന്നത്. 10th 50-55-60% മാർക്കുള്ള കുട്ടി BKRXിൽ +2 പാസ് ഔട്ട് ചെയ്ത് പോകുന്ന സമയത്ത് 85-90-95% മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകണം. പക്ഷേ ഇങ്ങനെ പഠിച്ചു പോയൊരു കുട്ടി ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത് ആ ക്ലാസ് മുറിക്കകത്ത് നടക്കുന്ന റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാ സൽമാൻ അത് പറയും. ഞാൻ വിഷയം പറഞ്ഞ മുന്നേ മറ്റേ കോഴ്സിനെ പറ്റിയുള്ള ഇതുണ്ടല്ലോ, നിങ്ങൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ +2 കഴിഞ്ഞപ്പോൾ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസും ലോജിസ്റ്റിക്സും, ഇത് രണ്ടും ഇങ്ങനെ കണ്ടമാനം നിറച്ചുണ്ട്. ഇതന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളിറങ്ങുമ്പോൾ എന്താ ട്രെൻഡ് അറിയില്ല. എന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് 2-3 ആൾക്കാർ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് എടുത്തുകൊണ്ട് പോയിക്കാണ്ട് 1 വർഷം കഴിഞ്ഞ് പോലും ഡ്രോപ്പ് ആയിക്കാണ്ട് തിരിച്ച് ഡിഗ്രി തന്നെ വന്നെടുക്കണു. എന്നിട്ട് ഈ ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കോഴ്സിന് തന്നെ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഇൻസ്റ്റാഗ്രാമ് കണ്ട മാതിരി ഉള്ള മുഴുവൻ അങ്ങനെ നോക്കി പോയിട്ട് അവസാനം അതിനൊന്നുമില്ലാതെ പെട്ടെന്ന് എടുത്തുകാണ്ട് പോലും വിളിച്ചുമ്പോൾ തന്നെ ആയിക്കോട്ടെ നാളെ അഡ്മിഷൻ എടുക്കാൻ വരാറുണ്ട് പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചാൽ കോഴ്സ് എങ്ങനെയാണ്, എന്താണ് അവിടെ ഉള്ളത്, ഇൻറ്റേൺഷിപ്പും മറ്റു കാര്യങ്ങൾ, ജോബിന് പ്രതീക്ഷ ഉണ്ടോ, അങ്ങനത്തെ ഒക്കെ ചോദിക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പം എൻ്റെ ഇപ്പോൾ ഉള്ളവരെ എല്ലാവരും നിരത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിച്ചാതാക്കാൻ കഴിയില്ല. കാരണം ഓല് പഠിച്ചും ഓൽക്ക് മാർക്ക് ഉണ്ടാവും,
ഓലത് മാർക്ക് നമ്മൾ മാത്രം മാർക്കില്ല എന്നാൽ ആകെ ചടക്കും. അങ്ങനത്തെ ഒരു ഇതിലാണ് BCARX ഇങ്ങനെ പോണത്. പക്ഷേ ഡിഗ്രിക്ക് പോകുമ്പോൾ ഒന്നുമില്ല. നേരെ പോവുക, രാവിലെ 9:00 ക്ലാസ്സിന് പോവുക, ചിലപ്പോൾ ഫസ്റ്റ് പീരീഡ് കിട്ടും, കിട്ടാതെക്കും. എന്നിട്ട് ക്ലാസ്സിന് പോയിരിക്കുക, ടീച്ചർ ഇങ്ങനെ പറയും. കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കണ കുട്ടിയാണേലും എവിടെ പോയിരിക്കണ കുട്ടിയാണേലും ആർക്കും ക്ലാസ് മനസ്സിലാവില്ല. വെറുതെ ഇങ്ങനെ പോയിരിക്കുക, ടീച്ചർ കുറേ പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ നമുക്കാണ് സംശയം ചോദിച്ചാൽ പോരെ. സംശയം ചോദിച്ചാലും നമുക്ക് തോന്നില്ല, കാരണം 10-60 കുട്ടികളുടെ ക്ലാസ് കയറും. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നാണ് ചോദിച്ചാൽ നിന്നാൽ തന്നെ അപ്പുറത്തുനിന്ന് തോണ്ടലും കളിയാക്കലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും കുറവുണ്ടാവും, കുറച്ച് നാണം വരും. കുട്ടികളെന്തെങ്കിലും വിചാരിച്ചോ, ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ വലിയ പടുവാണോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഉസ്താദന്മാരുടെ അടുത്തേക്ക് പോവാം, ഓഫീസിൽ കയറി ചെല്ലാം, ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാം. അതിൽ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇതിലെ വേ ഓഫ് ഒരു ക്ലാസ് ഡിഗ്രിയിൽ ഒരു കുട്ടിക്ക് ക്ലാസ് എങ്ങനെ കിട്ടുക, അതിൻ്റെ മീഡിയം ഓഫ് പ്രസൻറ്റേഷൻ ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് എന്നുള്ളത്. എങ്ങനെയായിരിക്കും ഒരു അധ്യാപകൻ വന്നൊരു ഡിഗ്രിയിൽ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുക, അതിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൂഡ് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന്. 2, ഇപ്പം നേരത്തെ സൽമാൻ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം എന്നുള്ളത്. അത് വളരെ ശരിയാണ്. ഇപ്പോൾ പല കുട്ടികളും അവരുടെ പാരൻസും പല കുട്ടികളും ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ നന്നായിട്ടുണ്ട്. അത് ഒന്ന് എന്താ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ തിരിച്ചറിയാത്തതിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഈ ട്രെൻഡ് എന്താ, ഇപ്പം CA ഇതിൻ്റെ ട്രെൻഡ് അതിൻ്റെ ബാക്കിലാണ് പോകും നമ്മൾ, അല്ലെ പാരൻസ് കമ്പൽ ചെയ്യും. ആ ഒരു സാഹചര്യം നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്യണം. നമ്മൾ BCARX ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് കൃത്യമായൊരു പ്ലാന് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചായാലും മിനിമം എന്തൊക്കെയാണ് ഇതിൻ്റെ കോഴ്സിലുള്ളത്, ഇതിൻ്റെ എൻഡ് എന്താണ്. ഇപ്പം നേരത്തെ സൽമാൻ പറഞ്ഞു ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ്, അവിടെ പഠിച്ചിറങ്ങിയ എത്ര ടീംസ് ഉണ്ട്, ഇത് കൃത്യമായി അന്വേഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും തീർച്ചയായിട്ടും പെടാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഡിഗ്രി ക്ലാസ്സിലെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ വരും, ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവും, ഓരോന്ന് ഇങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നില്ല, എന്നാലും നമ്മളത് ശ്രദ്ധിക്കൂല. ഒരുത്തൻ അപ്പുറത്ത് തോണ്ടാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ടീച്ചർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇവിടുത്തെ മാതിരിയൊന്നുമല്ല, ഇവിടുത്തെ പിന്നെ അങ്ങനെ ചോദിക്കും. അഥവാ നമ്മളിങ്ങനെ ആ മൂളി കൊടുത്താലും ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇങ്ങനെ വരും, ടീച്ചർ വരും, ഓരോന്നിങ്ങനെ പറയും, പ്രൊജക്ടറിൽ ഇങ്ങനെ കാണിച്ചു തരും, സ്ക്രോൾ ചെയ്ത് പോവും. പിന്നെ ആർക്കും മനസ്സിലാവാത്തവരുണ്ടോ വെച്ചാൽ ഇല്ലയെന്ന് നമ്മൾ അറിയുന്നില്ല, എന്നാലും കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ മൂളിക്കാൾ എന്നാലും ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് അടിച്ചു വിട്ടാൻ പറയും. അങ്ങനെ തന്നെ കോളേജ് അങ്ങനെ തന്നെ. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ 1-2 ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച്, അപ്പോൾ അവരൊക്കെ നമ്മളോട് പറഞ്ഞു, ഉസ്താദേ ഈ ക്യാമ്പസിലേക്ക് ഇനി കുട്ടികളെ നിങ്ങൾ പറഞ്ഞേക്കണ്ട, ഈ ക്യാമ്പസിലേക്ക് ഇനി കുട്ടികളെ നിങ്ങൾ പറഞ്ഞേക്കണ്ട, ഇവിടെ ഒന്നും അടിയാണ് ഉസ്താദേ, അവിടെ ക്ലാസ് ഇല്ല ഉസ്താദ്, ഇവിടെ ഒന്നും യൂണിയൻ പ്രോഗ്രാമാണ് ഉസ്താദ്. ഇങ്ങനെ തുടങ്ങി നമ്മളെ പരിസരത്തുള്ള പല ക്യാമ്പസിനെ കുറിച്ചും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വീണ്ടും അണ്ടർലൈൻ ഇട്ട് പറയണം, നിങ്ങൾ ഈ വേവിൻ്റെ പുറത്ത്, ഈ ട്രെൻഡിൻ്റെ പുറത്ത് പോയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആക്ച്വൽ റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു DJ പാർട്ടി കണ്ടിട്ടോ, ഒരു ആനുവൽ ട്രിപ്പ് കണ്ടിട്ടോ, ഒരു ഓണപ്പരിപാടി കണ്ടിട്ടോ ആ നിമിഷത്തെ ഒരു സെലക്ഷൻ അതായിരിക്കും നമ്മുടെ കരിയർ മൊത്തം ഫ്ലോപ്പാക്കാൻ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ കരിയർ ഫ്യൂച്ചർ നമുക്ക് ഫ്ലോപ്പാവാം, എന്നിട്ട് അവിടുന്ന് പിന്നീട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോരേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു ഇപ്പോൾ EMAയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിൽഷാദ് ആക്ച്വലി ഒരു ക്യാമ്പസ് ലൈഫ് ഒരു 1.5 വർഷമായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ BCARX +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അത് ഉണ്ടാവും. ഇന്ന ക്യാമ്പസ്, അവിടെയാണ് ഉഷാറ്, അവിടെ ഒന്നുകൂടി ഇതുണ്ട്, ട്രിപ്പ് ഒന്നുകൂടി അടിപൊളിയാണ്. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചൂസ് ചെയ്താൽ ആക്ച്വൽ റിയാലിറ്റി അവിടുത്തെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ദിൽഷാദ് പറയും.
അപ്പം ഞാൻ EMA കോളേജിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ ആൾക്കാർ കുഴപ്പമില്ല, നല്ല കോളേജാണ്, നല്ല പേരായിട്ട് കോളേജ് തന്നെ, മാർക്കിലും എല്ലാത്തിലൊക്കെ. പക്ഷേ ഇപ്പം ആരും മാർക്ക് നോക്കിയിട്ട് നിന്നല്ല കോളേജിലേക്ക് പോകണേ. അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകളില്ലേ, ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് കോളേജ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ പോയ ടൈമിൽ അത്യാവശ്യം പഠിക്കാന്നുള്ള മൈൻഡിൽ വെച്ച് പോയതാണ്. പക്ഷെ അവിടെ നിന്നാൽ അതൊന്നും നമുക്ക് നടക്കില്ല. കാരണം ഓരോ അടിയായിട്ടും ഓരോ പ്രോഗ്രാമായിട്ടും അങ്ങനെയാണ് കൂടുതലും അവിടെ മുന്നോട്ട് പോകണേ. ഇപ്പം ഇവിടെ എന്തിനാ അടി ചോദിച്ചാൽ വെറുതെ നോക്കിയാനൊക്കെ ചിലപ്പോൾ പഠിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ഇപ്പം എത്ര ഇവിടെ അടുത്ത് ജോനെ നോക്കി ജിബനെ നോക്കി നിങ്ങളവിടെ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോളേജിൽ അടിയെടുക്കുക. പിന്നെ ഇപ്പം കൂടുതൽ ആൾക്കാരും കോളേജിലേക്ക് വരുന്നത് ഈ +1 +2 കൂടുതൽ കപ്പിൾസാണ് ഇപ്പോൾ കോളേജ് കാണുന്നത്. ഇപ്പം +1 +2 സെറ്റായിട്ട് നേരെ കോളേജിലേക്ക് വരുന്നവരുണ്ട്. ഇൻ്റർവെല്ലായാലും ഇതായാലും ഒക്കെ അവിടെയും ഇവിടെ ഉത്തരം നിർത്താനും പറയാം. പിന്നെ ടീമായിട്ട് വരുന്നവരുണ്ട്. പഠിക്കാന്നുള്ള അത് വളരെ കമ്മിയാണ്. എന്നാലും പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാലും നമുക്കങ്ങനെ കഴിയൂല കോളേജിൽ പോയാൽ. പിന്നെ ഈ ഡ്രഗ്സ്, ഇപ്പം കോളേജ് പല കുട്ടികൾ ഓരോ ഗ്യാങ്ങായിട്ട് ഓരോരുത്തർ നടക്കുക. ചില ഗ്യാങ്ങിൻ്റെ അടുത്ത് ഡ്രഗ്സ് ഉണ്ടാവും. പിന്നെ നിസ്കരിച്ചാൽ പറഞ്ഞാൽ അങ്ങനെ ടീമുണ്ട് കേട്ടോ, അങ്ങനെ ഇല്ലയെന്നല്ല, ഉച്ചയ്ക്ക് നിസ്കരിക്കുക അങ്ങനത്തെ ടീമുണ്ട് കോളേജിൽ. എന്നാലും ഡ്രഗ്സിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു ഗ്യാങ്ങിൽ ഒരാൾ വലിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്യാങ് മൊത്തത്തിൽ ഉണ്ടാവുക വലിക്കാൻ അവിടെ. അങ്ങനെയൊക്കെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞുണ്ടായി. എന്താണ് അടി, ഡ്രഗ്സ് ഒരു സൈഡിൽ, വേറെ സൈഡിൽ ഇപ്പോൾ ഒരു സങ്കടപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി നമ്മളോട് നേരിട്ട് ഷെയർ ചെയ്തു. സദയം ഒരു നാട്ടിൽ +2 പഠിച്ച് നേരിട്ട് ഇങ്ങനെ ഡിഗ്രി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് നഷ്ടബോധങ്ങളോ ഒന്നും ഓൾക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ 10 കഴിഞ്ഞ് BCRXലെത്തി അത്യാവശ്യം മാർക്ക് ഗ്രോത്ത് ഉണ്ടാക്കി പിന്നീട് നമ്മളൊരു കോളേജ് പോകുമ്പോൾ എന്തൊക്കെയോ ഒരു നഷ്ടത്തിൻ്റെ ഫീലിങ്ങൾ നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, കരിയർ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ഉണ്ടാകും ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുക, വേറെ വർക്ക് നോക്കുക എന്നുള്ളത്. കരിയർ നോക്കാൻ കഴിയുന്നില്ല. എത്തിക്സ് അതും കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. പിന്നീട് ദിൽഷാവ് പറഞ്ഞു നല്ല ടീംസ് ഉണ്ടെന്നും പറഞ്ഞു. 1-2 കാര്യങ്ങൾ. ഈ സാഹചര്യം റിയൽ ആണോ? പഠിക്കാനും കഴിയുന്നില്ല, എത്തിക്സും കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ കൂടെ തന്നെ നമുക്ക് നല്ല കമ്മ്യൂണിറ്റി ഒരു ക്യാമ്പസിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളൊരു സാധനം? ഇല്ല, അത് ചാൻസ് കമ്മിയാണ്. കാരണം അവിടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതന്നെ അവിടെ ഉള്ളൂ. ഇപ്പോൾ SF ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട്, പക്ഷേ പ്രചരണം കാര്യങ്ങളൊന്നും അവിടെ നടക്കൂല. അപ്പോൾ ആർക്കും അറിയില്ല എങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. ഇപ്പം ഇതിലൊക്കെ ഒരു അണ്ടർലൈൻ ചെയ്ത് വന്നൊരു സാധനം നമ്മളെ ചൂസിങ്, നമ്മളെ സെലക്ഷൻ എന്ത് ബേസ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്രെൻഡിൻ്റെ പിറക് പോയാൽ നമ്മുടെ കരിയർ പലപ്പോഴും ഫ്ലോപ്പാകാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഇവിടെ പങ്കുവെച്ചത്. ഇതിലിഞ്ഞ് 5-6 മാസം കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് പല കോഴ്സുകളിലേക്ക് പോകാനുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമ്മൾ എന്ത് ബേസ് ആയിരിക്കണം നമ്മുടെ സെലക്ഷന് മെഷർമെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വൈൻഡപ്പായിട്ട് ഇൻഷാ അല്ലാഹ് വാസിൽ നമ്മൾ സംസാരിക്കും. നമ്മളിപ്പോൾ കോഴ്സ് ആയാലും ഡിഗ്രി ആയാലും ഇപ്പോഴത്തെ കുറേ കുട്ടികൾ ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യണത്, കോളേജൊക്കെ സെലക്ട് ചെയ്യണത് അവിടെ എത്ര DJ പാർട്ടി നടക്കും, പിന്നെ ഏത് ടീമാണ് ആ പാർട്ടി നടത്തുന്നത്. കാരണം എല്ലാ ടീമും നടത്തുന്നത് സെറ്റപ്പ് ആവില്ല, ചിലപ്പോൾ നടത്തുന്നത് സെറ്റപ്പ് ആവും. അങ്ങനെ അത് നോക്കിയിട്ടൊക്കെയാണ്. പിന്നെ അതേപോലെ കുറേയൊക്കെ പരസ്യം കണ്ടിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നു, ജോലി കിട്ടിയിട്ട് പൈസ തിരിച്ചിരുന്നു, അങ്ങനെ കണ്ടിട്ടൊക്കെയാണ് പലരും കോഴ്സ് സെലക്ട് ചെയ്യണൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെന്ത് ചെയ്യുക, പഠിക്കുക. ഫസ്റ്റ് നമ്മളെ പറ്റി പഠിക്കുക, എന്നിട്ട് ആ സംഭവം എന്നിട്ട് പിന്നെ അതിനെ പറ്റി പഠിക്കുക. രണ്ടിനെ പറ്റി പഠിച്ചിട്ട് അത് നമുക്ക് ആപ്റ്റായ സാധനമാണോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ പേരൻസ് തന്നെ നമ്മളോട് പറയും ഇത് നല്ലതാണ്, എനിക്കിത് പറ്റും. അപ്പോൾ നമ്മൾ അവരോട് ഡയറക്റ്റ് നമ്മളോട് പറയും ഇത് എനിക്കിത് പറ്റുന്നില്ല. അങ്ങനെ പറയാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, സ്വന്തം അതിനെപ്പറ്റി പഠിച്ചിട്ട് നമുക്ക് അവരോട് വിവരിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെയാണ്, ഈ സ്ഥാപനത്തിൽ ഇത്ര റിസൾട്ട് ഇല്ല, ഇവിടെ ഇങ്ങനെ പോയാലും ഇങ്ങനെ ആവും. അങ്ങനെ അവർ മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനത്തെ രീതിയിൽ നമ്മൾ മുന്നേറുക. പിന്നെ അതേപോലെ പല പ്രശ്നങ്ങളുണ്ടാവല്ലോ. അതിൽ നമ്മൾ ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞ വിഷയം നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന സംഭവം ഉള്ളിലുണ്ടാവുക. ഡ്രഗ്സ് ആയാലും പിന്നെ അതേപോലെ
നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഇസ്ലാമിക് നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഗ്രി അങ്ങനത്തെ കോളേജാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പക്ഷേ പോയേക്കാം. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിനോട് പറയണത് ഇപ്പോൾ ഡിഗ്രിക്ക് പോകണ്ട, കോളേജിൽ പോകണ്ട അങ്ങനെയല്ല. നല്ല കോളേജുകളുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ 5% ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോളേജ് കിട്ടിയവർക്ക് ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ജോലി കിട്ടുന്നത് ആരാവാം? ഇപ്പോൾ കൊമേഴ്സ് ഫീൽഡ് പഠിച്ചവരാണെങ്കിൽ എന്തായാലും 5% വരുന്നത് അല്ല IIM-ലൊക്കെ പഠിച്ചവരാവും. അപ്പോൾ ഈ അങ്ങനത്തെ കോളേജുകളിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടാൻ നോക്കുക. എങ്ങനെ പോയാലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇപ്പോൾ കൂടുതലാണ് കേരളത്തിലൊക്കെ, നല്ല പഠിക്കുന്ന കുട്ടികളല്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ കോളേജിൽ കിട്ടൂല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-ലെ ഫുൾ A+ൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2-ലെത്തുമ്പോൾ അത് റേഷ്യോ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ +2-ലെ റേഷ്യോ വെച്ചിട്ട് നമ്മളുടെ കുട്ടികളുടെ ഹയർ സ്റ്റഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2-ലെ ഫുൾ A+ൻ്റെ റേഷ്യോ വെച്ച് നമ്മളെ ഹയർ സ്റ്റഡി, നമ്മളെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഹയർ സ്റ്റഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളറിയാതെ ചിന്തിച്ചു പോകും, ഇത്ര ഫെയിലാണോ നമ്മുടെ സിസ്റ്റം എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ 1-2 ഇപ്പോൾ വാസിൽ പറഞ്ഞു എന്തേയും പഠിച്ചു പോവുക എന്നുള്ളത്. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത്, ഏത് ക്യാമ്പസാണോ ചൂസ് ചെയ്യുന്നത്, അവിടെ പഠിച്ചിറങ്ങിയ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാൻ ഇത് നെറ്റിൽ അന്വേഷിക്കുക, ഇൻസ്റ്റയിൽ അന്വേഷിക്കുക, ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രോപ്പർ വേ. അവിടെ പഠിച്ചിറങ്ങിയ ഒരു കുട്ടി, ഇപ്പോൾ നാളെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, CUT എക്സാം എഴുതിയാണ്ട് എനിക്ക് ഇന്നൊരു ക്യാമ്പസിൽ പഞ്ചാബിലേറ്റ കിട്ടിയറിന്. പഞ്ചാബിൽ ഏത് ക്യാമ്പസ് ഒന്നും അന്വേഷിക്കാതെ അങ്ങോട്ട് CUT കിട്ടിയറിന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് ക്യാമ്പസിൻ്റെ അവസ്ഥ. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടേക്ക് പോകേണ്ട വെറുതെ അവിടേക്ക് പോകുന്നുണ്ട്. നമ്മൾക്ക് നല്ല എക്സ്പെൻസ് ആവുന്ന വെറുതെ ഒരു കരിയർ വെറുതെ ഇരിക്കുന്നതാണ്. ഞാൻ CUT എക്സാം എഴുതാത്ത ആളാണ്, പക്ഷേ എക്സാമിന് രജിസ്റ്റർ ചെയ്തിരുന്നു. എനിക്ക് എത്ര കോൾ വന്നിട്ടുണ്ടോ, ജസ്റ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ CUT എക്സാം ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയും കോളേജുകൾ കുട്ടികളെ കിട്ടാൻ വേണ്ടി ബാക്കിൽ കൂടിയിരിക്കുന്ന ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് ക്യാമ്പസ് ചൂസ് ചെയ്യണം, അതിൻ്റെ മാനദണ്ഡം അന്വേഷണം തന്നെയാണ്. ആ അന്വേഷണം എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങൾ അവിടെ പഠിച്ചിറങ്ങിയ ആളുകളുമായി അന്വേഷിക്കാം. ഈ ഇതിലൊന്നും നിങ്ങൾ വീഴാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കരിയർ കൗൺസിലിംഗ് പലപ്പോഴും ഉണ്ടാകും. ഇതൊക്കെ ഒരു ഫ്രെയിം മാത്രമാണ്. ഈ കരിയർ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്ന കോഴ്സ് എടുത്താൽ എന്നതാകാം, ഇന്ന ക്യാമ്പസ് എടുത്താൽ എന്നതാകാം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് പുറമോടിയിലുള്ളൊരു ഫ്രെയിം മാത്രമാണ്. ഇതിന് സ്ട്രക്ചർ ചെയ്തിട്ടേ ഇല്ല. ആ സ്ട്രക്ചർ ചെയ്യേണ്ടത് നമ്മളാണ്. ആ സ്ട്രക്ചർ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഏത് കോഴ്സ്, ആ കോഴ്സ് എടുത്തവരോട് അന്വേഷിക്കുക. അതാണ് അതിൻ്റെ പ്രോപ്പർ വേ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ ഗ്രൗണ്ടിനെ കുറിച്ച് ക്ലിയറായി നമുക്ക് ഒരുപക്ഷെ ബോധേഡാകാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അന്വേഷണം, നിങ്ങൾ ഡിഗ്രിക്ക് പോകണ്ട, ഡിഗ്രി സാഹചര്യം എങ്ങനെയാണെന്ന്. പക്ഷെ ഡിഗ്രിക്ക് പോകുന്ന പക്ഷം അവിടുത്തെ ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് അല്ലാതെ അവിടേക്ക് പോയാൽ അതൊരു പക്ഷെ ഫ്ലോപ്പ് ആകാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ തന്നെ സംഘടിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു പോകുമ്പോൾ നമുക്കിപ്പോൾ +2 നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പോൾ പാരൻസിനോട് പറയുമ്പോൾ പാരൻസിൻ്റെ ഒരു മെൻറ്റാലിറ്റി, നല്ല പഠിക്കണ്ടല്ലോ, ഓൻ്റെ ഇഷ്ടത്തിൽ തന്നെ പഠിക്കട്ടെ, കോളേജ് പോട്ടെ. അപ്പോൾ നമ്മൾ നോർമലി ചിലപ്പോൾ ഒരു റെഗുലർ സാധാ കോളേജ് പോയാൽ മാർക്ക് ഇങ്ങനെ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിൻ്റെ അടുത്തൊരു പ്രഷറുണ്ട്, എന്താ മാർക്ക് പറയണത്, ഉണ്ടായിരുന്ന മാർക്ക് ഉണ്ടായതാണല്ലോ. പിന്നെ ഈ ഒരു ഡിഗ്രി കാലം കഴിയുമ്പോഴത്തേനും പൊതുവെ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് പോലും എന്തിട്ടില്ല, ആൾക്കാർക്ക് ജോലി ഇട്ടിട്ടില്ല. ആ ഒരു സ്ഥാനത്ത് നമ്മൾ നോർമൽ കോളേജിൽ പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ഈ ഡിഗ്രി കഴിയുമ്പോൾ നമ്മളൊരു കോർ ടൈമാണ്, 21 വയസ്സാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അപ്പം പാരൻസിൻ്റെ അടുത്തുള്ള വേറെ പ്രഷറൊക്കെ വേറെ രൂപം തന്നെയാണ്. ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ നമ്മളിത് ബിസിനസ് ഫസ്റ്റ് തന്നെയാണ്. കരിയറിൻ്റെ കൂടെ നമ്മുടെ പാഷനെ തിരിച്ചറിയാൻ നിങ്ങൾ ഈ BKRX പഠനം കഴിയുമ്പോഴത്തിന് നിങ്ങൾ ശ്രമിക്കണം. ആ പാഷൻ അനുസരിച്ച് നമുക്കൊരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ആലോചിക്കണം. അങ്ങനെ പോകാൻ പറ്റിയാൽ BKRX ഉദ്ദേശിക്കുന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 2,
ബുഹാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സുകളുണ്ട്. ഈ കോണ്ടാക്ട്സുകൾ നമുക്ക് വലിയൊരു ഉപകാരമാണ്. ഈ കോണ്ടാക്ട്സുകൾ നമുക്ക് എല്ലാ വിഷയം അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും സുഗമരായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇൻഷാ അല്ലാഹ് BKRX ഒരു ഫാക്കൽറ്റി പോലെ തന്നെ പുതുതായി അപ്പോയിൻമെൻറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് എവിടെയെല്ലാം യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ പറ്റും, ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ ഏതെല്ലാം കോഴ്സുകളുണ്ട്, അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്നത് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നിങ്ങളെ ഹയർ സ്റ്റഡി, ഡിഗ്രി പോലത്തെ ഹയർ സ്റ്റഡി നിങ്ങൾക്ക് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ BKRX പുതിയൊരു സംവിധാനം, പുതിയൊരു ഫാക്കൽറ്റി പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കൈമുതലാക്കണം. ഒറ്റൊരു അനുഭവം പറഞ്ഞിട്ടുകൂടി അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടീൻ്റെ ജ്യേഷ്ഠനും ഉപ്പിയും വല്ലാതെ സങ്കടം പറഞ്ഞു. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ അത് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ നോക്കി. അതും ഇതിൻ്റെ കൂടെ പറയേണ്ടത്, ദയവ് വിചാരിച്ച് നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ലോൺ എടുത്ത് നമ്മൾ പോകരുത്. ആ ഒരു തീരുമാനം തന്നെ എടുക്കണം. ഇനിയിപ്പം ഞാൻ നേരത്തെ ഒരു സംവിധാനം പറഞ്ഞല്ലോ, ആ സംവിധാനത്തിന് കീഴിൽ UK, കാനഡ, ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഖത്തർ പോലത്തെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അതൊന്നും ലോൺ എടുത്ത് കണ്ട് പോകാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ആ കുട്ടി ബാംഗ്ലൂരിൽ പോയി ഒരുപാട് നോക്കി. പക്ഷേ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണത്താൽ ലോൺ എടുക്കാൻ നോക്കി. ആ ലോണ് അപ്പോയിൻമെന്റ് ആയില്ല. ദെൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പറഞ്ഞാണ്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒറ്റ കാര്യം കുട്ടിയോട് ചോദിച്ചിട്ടുള്ളായിരുന്നു, ഇതൊക്കെ നമ്മളോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് BKRX സാധ്യമാകുന്ന സംവിധാന സൗകര്യങ്ങൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംവിധാനം അടക്കം നന്നായി നിങ്ങൾ പഠിച്ച് അത് മാക്സിമം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഫ്യൂച്ചർ സേഫാക്കുക. അത് വലിയൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതിന് പുറത്ത് നമ്മൾ ഈ ട്രെൻഡിൻ്റെ പുറത്ത് പോയിട്ട് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഫ്ലോപ്പാക്കി പോകരുത് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ പങ്കെടുത്ത് ദിൽഷാദ്, വാസിൽ, മുബാരിസ്, സൽമാൻ ഒക്കെ നമ്മളെ BKRX സ്വന്തം മക്കൾ തന്നെയാണ്. അല്ലാഹു തആല ഇവരുടെ പഠനത്തിലും നമ്മുടെ പഠനത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആശംസയും നന്ദിയുമായി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.